കൊച്ചി തീരത്തിനടുത്ത് MSC എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. കപ്പൽ കടലിൽ മുങ്ങി 19ാം ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ ഉടമസ്ഥൻ, ഷിപ്പ് മാസ്റ്റർ, കപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തു എന്ന് FIR-ലുണ്ട്. കപ്പൽ അപകടത്തിൽ ഇപ്പോൾ കേസെടുക്കേണ്ടതില്ലെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുള്ളതിനാൽ കേസെടുത്താൽ ഗുണകരമാകില്ലെന്ന് സർക്കാർ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള തീരത്തിനടുത്ത് മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെടുകയും കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെയാണ് കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളിയായ C. ശ്യാംജിയുടെ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തത്. കപ്പലുടമയാണ് ഒന്നാം പ്രതി. കപ്പലിന്റെ ഷിപ്പ് മാസ്റ്ററിനെ രണ്ടാം പ്രതിയായും മറ്റു ജീവനക്കാരെ മൂന്നാം പ്രതിയാക്കിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടന സാധ്യതയുള്ള ചരക്കുണ്ടായിരിക്കെ കപ്പൽ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തുവെന്നാണ് FIR. കേസെടുക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമായിരുന്നുവെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ വാദം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. കേസെടുക്കാൻ കാലതാമസമുണ്ടായത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. തീരദേശത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കപ്പൽ കമ്പനികൾക്ക് കേസെടുക്കുന്നില്ല? കേസെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിയമോപദേശം ലഭിച്ചിരുന്നതായി സർക്കാർ അറിയിച്ചു. പരാതി ഉണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയിരുന്നതായും സർക്കാർ വിശദീകരിച്ചു. 24 തിരുവനന്തപുരം.